എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ഉണ്ട്. ബസൂക്ക, ആലപ്പുഴ ജിംഖാന, തുടരും, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഹൗസ് വൈഫിന്റെ ഒസ്യത്ത് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വീക്കാണ് സിനിമ റിലീസായത്. അത് ഇന്ത്യക്ക് പുറത്തായിരുന്നു. ഇപ്പോഴത്തെ ഇന്ന് ഇന്ത്യയിലെ ആമസോണിൽ സിനിമ റിലീസായിരിക്കുകയാണ്. ആമസോണിൽ സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേർക്ക് ബാന്ദ്ര സിനിമ തിയേറ്ററുകളിൽ കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ബാന്ദ്രയുടെ ഒരിക്കൽ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. തിയേറ്ററിൽ ബാന്ദ്ര ഫ്ലോപ്പ് ആയെങ്കിലും ബാന്ദ്ര മികച്ചൊരു കഥയാണ്. ദിലീപും തമനയുമാണ് ബാന്ദ്രയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസത്തിൽ ബാന്ദ്ര OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മെയ് 18 മുന്നേ ബാന്ദ്ര സിനിമ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പ്രതി നിരപരാധി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് പ്രതി നിരപരാധി. ഇന്ദ്രൻസ് ആണ് സിനിമയിലെ നായകൻ. ഈ സിനിമയിൽ നിന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ദി ഡിപ്ലോമാറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് ദി ഡിപ്ലോമാറ്റ്. ജോൺ അബ്രഹാമാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയിൽ നിന്ന് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് അസ്ത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ശ്യാമാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയിൽ നിന്ന് OTT വഴി റിലീസായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് മരണമാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല വിജയമാണ് മരണമാസ് സ്വന്തമാക്കിയത്. ഒരുപാട് കാലം സിനിമ തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ബേസിലിനെ നായകനാക്കി ടോണോ തോമസ് നിർമ്മിച്ച കോമഡി മൂവിയായിരുന്നു മരണമാസ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 15-നാണ് സോണി ലീവിൽ മരണമാസിന്റെ OTT റിലീസ്. അതായത് തലേ ദിവസം 14-ന് വൈകിട്ട് 5 മണിക്ക് സിനിമ എത്തും. ഒഫീഷ്യൽ തീയതി ആയതുകൊണ്ട് മാറ്റം വരില്ല. അടുത്തൊരു അപ്ഡേറ്റ് 10 ഹവേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമ നേടിയെടുത്തത്. മെയ് മാസത്തിൽ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹിറ്റ് 3 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാനി നായകനായി തിയേറ്ററുകളിൽ നല്ല കളക്ഷൻ നേടിയ സിനിമയാണ് ഹിറ്റ് 3. ഈ സിനിമയുടെ OTT ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. മലയാളം വെർഷനും ഈ മാസം തന്നെ OTT വരും. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ഹൊറർ സിനിമയാണ്. സൗബിനാണ് ജിന്നി സിനിമയിലെ നായകൻ. സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജിന്നി സിനിമ ആരും തന്നെ കണ്ടിട്ടില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ജിന്നി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മെയ് മാസം 30-ന് മുന്നേ ജിന്നി സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ അവസാനം ഇറങ്ങിയ സിനിമയാണ് ബസൂക്ക. ഈ സിനിമയും പരാജയപ്പെട്ടു. ഈ സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ C5 അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ബസൂക്ക സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ബസൂക്കയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. മമ്മൂട്ടി നായകനായ ഒരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലിനെ നായകനാക്കി ഖാലിദ് റഹ്മാൻ നിർമ്മിച്ച സിനിമയാണ് ആലപ്പുഴ ജിംഖാന. സിനിമ തെലുങ്കിലും റിലീസാക്കിയിട്ടുണ്ട്. നല്ല വരവേൽപ്പാണ് ജിംഖാനയ്ക്ക് ലഭിച്ചത്. സിനിമ ഹിറ്റാവുകയും ചെയ്തു. നിലവിൽ 75 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ജിംഖാന. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു ബോക്സിംഗ് ആൻഡ് റൊമാൻറ്റിക്കൽ മൂവിയാണ്. അത്യാവശ്യം കോമഡിയും സിനിമയിലുണ്ട്. ആമസോൺ പ്രൈമാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസം ലാസ്റ്റ് വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 200 കോടി ക്ലബിൽ ഇടം പിടിക്കാൻ പോവുകയാണ് തുടരും സിനിമ. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാലിനെ നായകനാക്കിയ സിനിമയായിരുന്നു തുടരും. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ഒരു ത്രില്ലർ സിനിമയാണ്. ശോഭനയാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് തുടരും സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റും സ്വന്തമാക്കി. മെയ് മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യ വാരമായിട്ട് തുടരും സിനിമ OTTയിൽ വരും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് കാണാൻ കാത്തിരുന്നവർക്ക്
സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ഹണ്ട് സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് മാസം 23-ന് മനോരമ മാക്സിലാണ് ഹണ്ട് സിനിമയുടെ റിലീസ്. ഒഫീഷ്യൽ തീയതി ആയതുകൊണ്ട് ഈ ഡേറ്റിൽ മാറ്റം വരില്ല. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഷാജി കൈലാസാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു മിസ്റ്ററി ഹൊറർ മൂവിയാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ഹണ്ട് സിനിമ സ്വന്തമാക്കിയത്. എന്നിട്ടും ആരാധകർ OTT വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.